ഹായ്, നമ്മളപ്പോൾ സ്കെച്ചിലുള്ളൊരു ടൂൾസ് എല്ലാം നോക്കിയായിരുന്നു. ഇനി അടുത്ത് നമുക്ക് പാർട്ടിലോട്ട് പോകാം. പാർട്ടിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള രണ്ട് ടൂൾസാണ് എക്സ്ട്രൂഡും റിവോൾവും എന്ന് പറയുന്ന ടൂൾ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യം എക്സ്ട്രൂഡ് ചെയ്യാനായിട്ട് നമുക്കൊരു സ്കെച്ച് വേണം. ഇനിയിപ്പോൾ സ്കെച്ച് ഇല്ല, നമ്മളിപ്പോൾ ഒന്നും വരച്ചിട്ടില്ല, ഇവിടെ സ്ക്രീനിലൊന്നും വരച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് എക്സ്ട്രൂഡ് എടുക്കുമ്പോൾ വരയ്ക്കാനായിട്ട് പ്ലെയിൻ ഇവിടെ വരും. അതിൽ നമുക്ക് എവിടെയാണോ വരയ്ക്കേണ്ടത് അവിടെ സെലക്ട് ചെയ്യുമ്പോൾ ആ പ്ലെയിൻ നമുക്ക് നോർമലാവും. അത് കഴിഞ്ഞ് നമുക്ക് വരയ്ക്കാം. ഓക്കെ, അതല്ലെങ്കിൽ നമ്മൾ ആദ്യം സ്കെച്ച് വരയ്ക്കുക. നമ്മൾ സ്കെച്ചിൽ അത്യാവശ്യം ടൂൾസ് എല്ലാം പഠിച്ചായിരുന്നു. അപ്പോൾ അതിലേത് പ്ലെയിനിലാണോ സ്കെച്ച് വരയ്ക്കേണ്ടത് ആ പ്ലെയിൻ സെലക്ട് ചെയ്യുക, സ്കെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് എന്താണോ വരയ്ക്കേണ്ടത് ഇപ്പോൾ ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. റെക്റ്റാങ്കിൾ വരയ്ക്കുക. അതിനെ ഫുള്ളി കൺസ്ട്രെയിൻ ആക്കുക. ഇപ്പോൾ ഇതിൽ കൺസ്ട്രെയിൻ അല്ല, നിങ്ങൾ എപ്പോഴും പാർട്ട് മോഡലിംഗ് ചെയ്താലും എന്ത് ഫീച്ചർ ചെയ്താലും നിങ്ങൾ അതിനെ എന്ത് ചെയ്യുക, അതിനെ ഫുള്ളി കൺസ്ട്രെയിൻ ആക്കുക. അതായത് സ്കെച്ചെല്ലാം ബ്ലാക്ക് ആക്കുക. ഇതിലിപ്പോൾ ഈ രണ്ട് ലൈന് മാത്രമേ ബ്ലാക്ക് ആയിട്ടുള്ളൂ, കാരണം ഇത് ഒറിജിനായിട്ട് മീറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്തതുകൊണ്ടാണ് ഇവിടെ ബ്ലാക്ക് ആയിട്ടുള്ളത്. ബാക്കി രണ്ട് ലൈൻസും മാറും. അത് മാറാതെ നമ്മൾ ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യാനായിട്ട് ഡയമെൻഷൻ എടുക്കുക. ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് ആവശ്യമുള്ളൊരു വാല്യൂ കൊടുക്കുക. ലെങ്ത്ത് പിന്നെ ഡയമെൻഷൻ കൊടുത്ത് ഇതിന് ഫുള്ളി കൺസ്ട്രെയിൻ ആക്കാം. റിലേഷൻസ് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതിൽ കൊടുക്കും. ഇതിലിപ്പം വേറെ ഒന്നും കൊടുക്കാനില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഹൊറിസോണ്ടൽ വരച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ വരും. ഇവിടെ കോയിൻസിഡൻറ്റ് വരും. അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇല്ലെങ്കിൽ മാത്രം നമ്മളത് കൊടുത്ത് സ്കെച്ച് വരച്ചതിന് ശേഷം സ്കെച്ചിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ സ്കെച്ചിലാണ് നിൽക്കുന്നത്. സ്കെച്ച് നമുക്ക് പാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്കെച്ചിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക. നമുക്കല്ലാതെ പോകാം. ബാക്കി ടൂൾസൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് എക്സിറ്റ് ചെയ്യണം. നിങ്ങൾ എക്സിറ്റ് ചെയ്ത് തന്നെ പോയാൽ മതി. ചെയ്യാനായിട്ട് ഒന്നുകിൽ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഈ കാണുന്ന എക്സിറ്റ് സ്കെച്ച് എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യാം. സ്കെച്ചിൽ നിന്നിപ്പോൾ എക്സിറ്റായി. സ്കെച്ചിൽ നിന്ന് എക്സിറ്റ് ആയാലും ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്കെച്ച് സെലക്റ്റായി നിൽപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രൂഡ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് സെലക്ട് ആവും. ഇനി അഥവാ സെലക്ട് ആയില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ നേരത്തെ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആയി, ഇപ്പോൾ സെലക്ട് ആയിട്ടില്ല. അത് എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി മാനേജർ ഇവിടെ നിൽപ്പുണ്ട്. വെറുതെ നിൽക്കുകയാണ്, ഒന്നും ഓപ്ഷൻസ് ഒന്നുമില്ല ഇതിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്കെച്ച് എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ സ്കെച്ച് സെലക്ട് ആയിട്ടുണ്ട്. ഇനി അടുത്ത് ഇതിലുള്ള ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. ഇതോടെ നിൽക്കട്ടെ, ഞാൻ പറയാം. ഇതിൽ ഓഫ്സെറ്റ് വേണമെങ്കിൽ ഇപ്പോൾ പറയാം നമുക്ക്. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന സ്കെച്ച് ഈ ഒരു റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിൽ എവിടെയാണോ ഉള്ളത് അവിടെ നിന്നാണ് ഇപ്പോൾ എക്സ്ട്രൂഡ് ആയിട്ടുള്ളത്. എവിടെയാണോ അവിടെ നിന്നാണ് എക്സ്ട്രൂഡ് ആയിട്ടുള്ളത്. അവിടെ നിന്ന് നമുക്കൊരല്പം മാറി ഒരു ഓഫ്സെറ്റ് ചെയ്ത് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ്സെറ്റ് കൊടുക്കാം. ഓഫ്സെറ്റ് എടുക്കുക. എത്ര മാറണം എന്നുള്ളത് നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ 10ൻ്റെ ഇൻക്രിമെൻ്റ് ആയിട്ടായിരിക്കും ഇത് മാറുന്നത്. മാറിയിട്ടുണ്ട്. വീണ്ടും ഒരു 10 മാറ്റമാണ്. ഇങ്ങനെ നമ്മൾ വരച്ച സ്കെച്ചിൽ നിന്നും എത്രത്തോളം ഓഫ്സെറ്റായിട്ട് വേണം എന്നുള്ളത് നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ബ്ലൈൻഡിൽ തന്നെ പോവാം. സ്കെച്ച് പ്ലെയിൻ എടുക്കുക. ഇങ്ങനെ കൊടുത്തു. ഇനി ഇതിപ്പോൾ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, സ്കെച്ചിൽ നിന്ന് ഇങ്ങോട്ടാണ് എക്സ്ട്രൂഡ് ആയിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് എക്സ്ട്രൂഡ് ആക്കേണ്ടതെങ്കിൽ ഇവിടെ ഡയറക്ഷൻ 1 ഉണ്ടാവും. അതിൽ തന്നെ ആരോയിൽ ക്ലിക്ക് ചെയ്യുക, റിവേഴ്സ് ഡയറക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് മാറും. ഇങ്ങനെ നമുക്ക് ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇത് എത്രത്തോളം എക്സ്ട്രൂഡ് ആയിട്ടുള്ളത് വാല്യൂ നമുക്ക് ഒന്നുകിൽ ആരോ ഡ്രാഗ് ചെയ്ത് മാറ്റാം. അതല്ലെങ്കിൽ നമുക്കിവിടെ എത്ര വേണം എന്നുള്ളത് ഈ കാണുന്ന ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഡയറക്ഷനാണ്. ഡയറക്ഷൻ വേണ്ടി നമുക്ക് വേറൊരു സ്കെച്ച് കൂടി വേണം. അപ്പോൾ ആ സ്കെച്ച് വരയ്ക്കാനായിട്ട് വേറൊരു പ്ലെയിൻ എടുത്തു, അവിടെ ഒരു സ്കെച്ച് കൊടുത്തു. ഇപ്പോൾ നമുക്ക് നോർമലായിട്ടില്ല. നമ്മളിതുവരെ വരച്ച സ്കെച്ചിലെല്ലാം സ്കെച്ച് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നോർമലായില്ലെങ്കിൽ ചെയ്യാനുള്ളത് Ctrl 8 ഒരുമിച്ച് പ്രസ് ചെയ്യുക. Ctrl 8 ഒരുമിച്ച് പ്രസ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഒരു ലൈൻ, ആംഗിളൊന്നും കൊടുക്കുന്നില്ല, ഒരു ലൈൻ വെറുതെ വരച്ചു. നമുക്ക് വേണ്ട, അതുകൊണ്ട് ഞാൻ ഇതിനെ കൺസ്ട്രക്ഷൻ ജിയോമെട്രി ആക്കി. വെറുതെ ഒരു ലൈന് അല്പം ചരിച്ച് ഞാൻ വരച്ചു. സ്കെച്ചിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. ഇങ്ങനെ നിൽപ്പുണ്ട്. ഇനി എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ സാധാരണ നേരെ മുകളിലോട്ടായിരിക്കും, അല്ലെ താഴോട്ട്, ഈ സ്കെച്ചിന് നോർമലായിട്ടായിരിക്കും എക്സ്ട്രൂഡ് ആകുന്നത്. സ്കെച്ചിന് നോർമലായിട്ടായിരിക്കും എക്സ്ട്രൂഡ് ആകുന്നത്. നമുക്ക് അങ്ങനെയല്ല, നമുക്ക് ഈ വരച്ച
ഈ രണ്ടാമത് നമ്മൾ വരച്ച ഈ ലൈനിനെ ബേസ് ചെയ്ത് ഡയറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഡയറക്ഷൻ 1 ഇതിൽ ക്ലിക്ക് ചെയ്യുക, ലൈന് കാണിച്ചു കൊടുക്കുക. ആ ലൈൻ എങ്ങനെയാണോ ഉള്ളത് ആ ഡയറക്ഷനിലോട്ട് എക്സ്ട്രൂഡ് ആവും. ഓക്കെ, നമുക്ക് ലൈൻ തന്നെ വേണമെന്നില്ല, വേറൊരു 3D മോഡലിൻ്റെ എഡ്ജ് ആയാലും നമുക്കിതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. എഡ്ജോ പ്ലെയിനോ എന്ത് വേണമെങ്കിലും നമുക്കിതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ വേണ്ട ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, അവിടെ നിൽക്കട്ടെ. ഇനി 2 ഡയറക്ഷനിലോട്ട് മാറ്റുന്നത് പറഞ്ഞു. ഇനി 2 ഡയറക്ഷനിലോട്ടും നമുക്ക് ഒരേപോലെ പോകണം എന്നുണ്ടെങ്കിൽ മിഡ് പ്ലെയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഡയറക്ഷൻ 1 മിഡ് പ്ലെയിൻ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ 2 സൈഡിലോട്ടും ഒരുപോലെ പോകും. നിങ്ങൾ പാർട്ട് മോഡലിങ്ങിലൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരു നമ്മുടെ ആ മോഡൽ സിമെട്രിക് ആണെങ്കിൽ, സിമെട്രിക് ആയിട്ടുള്ളൊരു മോഡലാണെങ്കിൽ എപ്പോഴും പ്ലെയിൻ വരച്ചിട്ട് അവിടെ നിന്ന് മിഡ് പ്ലെയിൻ കൊടുത്ത് തന്നെ എക്സ്ട്രൂഡ് ചെയ്യാൻ നോക്കുക. നമുക്ക് പിന്നീട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് പ്ലെയിൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യേണ്ടി വരാതെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റും, പുതിയ പ്ലെയിൻ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് മിഡ് പ്ലെയിൻ കൊടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. മിഡ് പ്ലെയിൻ കൊടുത്ത് ചെയ്യാൻ നോക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ ഇത് കഴിഞ്ഞു. ഇതിൽ ബാക്കി കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, പറയാം. ഇനി അടുത്ത് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടാപ്പറായിട്ട് ഒരു സൈഡിലോട്ട് ഇപ്പോൾ കറക്റ്റ് ഇവിടെ ഇതിൻ്റെ സെയിം സൈസിലാണ്. ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഫുൾ ത്രൂ ഔട്ടായിട്ട് സെയിം ക്രോസ് സെക്ഷനാണ്. മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്താ ഒരു കോണ് പോലെ, ഒരു പിരമിഡ് പോലെ പോകണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഡ്രാഫ്റ്റ് ഓണാക്കാം. ഡ്രാഫ്റ്റിലിപ്പോൾ 1 ഡിഗ്രിയാണ് കിടക്കുന്നത്. ഡിഗ്രി നമുക്കൊന്ന് ഇങ്ങനെ മാറ്റാം. ഡിഗ്രി മാറ്റുന്നതനുസരിച്ച് മുകളിലോട്ട് ടാപ്പറായി പോകും. ഓക്കെ, ഇതിപ്പോൾ മുകളിലോട്ട് ചെറുതായാണ് പോകുന്നത്. മുകളിലോട്ട് വലുതായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഡ്രാഫ്റ്റ് ഔട്ട്വേർഡ്സ് കൊടുക്കാം. മുകളിലോട്ട് പോകുന്തോറും വലുതായി പോകണമെന്നുണ്ടെങ്കിൽ ഡ്രാഫ്റ്റ് ഔട്ട്വേർഡ്സ് കൊടുക്കാം. ഇനി അടുത്ത് ഡയറക്ഷൻ 2 പോവാം. ഡയറക്ഷൻ 2 നമുക്ക് നേരത്തെ മിഡ് പ്ലെയിൻ കൊടുത്തപ്പോൾ 2 സൈഡിലോട്ടും ഈക്വലായിട്ടാണ് പോയത്. നമുക്ക് ഈക്വലായിട്ടല്ല വേണ്ടത്, 2 സൈഡിലോട്ടും എക്സ്ട്രൂഡ് ആവണം. 2 സൈഡിലും എക്സ്ട്രൂഡ് ആവേണ്ട ലെങ്ത്ത് 2 അളവുകളാണെങ്കിൽ നമുക്ക് ഡയറക്ഷൻ 2 ഓഫായിരിക്കും. ഇത് ഓണാക്കിയിട്ട് അവിടെയും നമുക്ക് എത്ര വേണം എന്നുള്ളത് നമുക്കിവിടെ നേരത്തെ പറഞ്ഞ സെയിം ഓപ്ഷൻസ് തന്നെയാണ്. അവിടെ നമുക്ക് ഇതുപോലെ കൊടുക്കാൻ പറ്റും. നമുക്കൊരു സൈഡിൽ മാത്രം ഡ്രാഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഡ്രാഫ്റ്റ് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് തിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സോളിഡ് ഒബ്ജക്റ്റാണ് ഈ കാണുന്നത്. ഒരു സോളിഡ് ഒബ്ജക്റ്റാണ്. തിൻ ഫീച്ചർ ഓണാക്കി കഴിഞ്ഞാൽ നമുക്കൊരു കാണാൻ മനസ്സിലാവും. നമുക്കൊരു ഔട്ട്ലൈൻ പോലെ ഒരു തിക്നെസ്സോട് കൂടി ഈ ലൈനിൽ നിന്ന്, നമ്മൾ വരച്ച ലൈനിൽ നിന്ന് പുറത്തോട്ടാണ്. ഇപ്പോൾ പുറത്തോട്ട് ചെറിയ തിക്നെസ്സിൽ നമ്മൾ ആ തിക്നെസ് എത്ര വേണമെന്നുള്ളത് നമുക്ക് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ 10 ആണ് കിടക്കുന്നത്, ഞാനതൊരു 5 ആക്കി. ഓക്കെ, ഇതിപ്പോൾ ഓൺ ഡയറക്ഷൻ പുറത്തോട്ട് മാത്രമാണ്, അകത്തോട്ട് മാത്രം മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അകത്തോട്ട് മാത്രം മതി. ഡയറക്ഷൻ നമുക്ക് ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം ഇതിൽ. ഓക്കെ, ഇനി 2 സൈഡിലോട്ടും ഈക്വലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മിഡ് പ്ലെയിൻ കൊടുക്കാം. നമ്മൾ വരച്ച സ്കെച്ചിൽ നിന്ന് ഇങ്ങോട്ടും ഈക്വലായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ മിഡ് പ്ലെയിൻ കൊടുക്കാം. ഇനി 2 സൈഡിലോട്ടും 2 അളവിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഡയറക്ഷൻ കൊടുത്തിട്ട് നമുക്കിതുപോലെ ചെയ്യാം. ഓക്കെ, ഇനി ക്യാപ്പൻസ് ഉണ്ട്. ക്യാപ്പൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ 2 സൈഡ് ഓപ്പൺ ആണ്, നോക്കി അറിയാം. ഡയറക്ഷൻ നോക്കിയറിയാം, എന്താ ഇതിൻ്റെ ഈ ഫേസ് ഓപ്പൺ ആണ്, അപ്പുറത്തെ ഫേസും ഓപ്പൺ ആണ്. അത് നമുക്ക് ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഹോളോ ബോക്സ് പോലെ, അകത്ത് ഹോളായിട്ടുള്ള ഒരു ഫുൾ കവറായിട്ടുള്ള ബോക്സ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാപ്പ് കൊടുക്കാം. ഓക്കെ, കാണുമ്പോൾ നമുക്കൊരു ബോക്സ് പോലെ തന്നെ, ഒരു ബ്ലോക്ക് പോലെ തന്നെ തോന്നും. പക്ഷേ നമുക്കത് സെക്ഷൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും, അകത്ത് ഹോളാണെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് ചെയ്തൊരു എക്സ്ട്രൂഷൻ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് കൊടുക്കാം. നമ്മൾ ചെയ്തതിനെ വീണ്ടും മോഡിഫൈ ചെയ്യാനുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഫീച്ചർ കൊടുക്കാം.
നമ്മളിപ്പോൾ ചെയ്ത ഏത് ഫീച്ചറാണ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഹൈലൈറ്റ് ആവും. ഹൈലൈറ്റ് ആകുമ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഫീച്ചർ കൊടുക്കാം. സ്റ്റുഡൻ്റ് നേരത്തെ കൊടുത്ത ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഇവിടെ വരും. വീണ്ടും നമുക്ക് ആവശ്യത്തിന് മോഡിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാക്കി ഞാൻ നേരത്തെ പറയാൻ വിട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പറയാം. അതിലൊന്ന് ഫ്രം സ്കെച്ച് പ്ലെയിനും ഓഫ്സെറ്റും നമ്മൾ നോക്കി. ഫ്രം സർഫസ് ഫേസ് ഓർ പ്ലെയിൻ എന്ന് പറയുന്ന വേറൊരു ഓപ്ഷൻ ഉണ്ട്. അത് ചെയ്യാനായിട്ട് ഞാനിതിലിപ്പോൾ തൽക്കാലം തിൻ ഫീച്ചർ ഓഫ് ചെയ്തു. നമുക്കൊരു വേറൊരു ജസ്റ്റ് ഒരു ഇത് വേണ്ട, നമുക്കൊരു കുറച്ചുകൂടി ഒരു പ്ലെയിൻ എല്ലാം പ്ലെയിൻ ഫേസാണ്, നമുക്കിത് വേണ്ട, നമുക്ക് വേറെ ഒന്ന് കൊടുത്തു നോക്കാം. ജസ്റ്റ് ഒരു സ്ഫിയറാണ്. അപ്പോൾ ഇതിനൊരു ഏതെങ്കിലും ഒരു പ്ലെയിനിൽ, ഈ ഒരു പ്ലെയിനിൽ ഞാൻ സ്കെച്ച് വരയ്ക്കുകയാണ്. ഞാൻ വരച്ച ഒരു റെക്റ്റാങ്കിളാണ്, ഒരു സെൻറ്റർ എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ വരയ്ക്കും. സെൻറ്റർ റെക്റ്റാങ്കിൾ വരച്ചു. ഇതിനെ ഞാൻ എക്സ്ട്രൂഡ് ചെയ്യുകയാണെങ്കിൽ എവിടെയാണോ ഞാൻ വരച്ചത് അവിടെ നിന്നായിരിക്കും എക്സ്ട്രൂഡ് ആവുന്നത്. കാണാൻ പറ്റും, കണ്ടോ? ഇതിനകത്താണ് ഞാൻ വരച്ചത്. അകത്താണ് പ്ലെയിൻ ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് അകത്ത് വരച്ചത്. അപ്പോൾ അകത്താണ് വരച്ചത്, അവിടെ നിന്നാണ് ഇത് എക്സ്ട്രൂഡ് ആയിരിക്കുന്നത്. എക്സ്ട്രൂഡായി പുറത്തോട്ട് വന്നു. നമുക്ക് അകത്ത് വേണ്ട. ചിലപ്പോൾ ഇതിപ്പോൾ ഹോളോ അല്ല, ഈ സ്ഫിയർ ഹോളോ അല്ല. അപ്പോൾ ഹോളോ സ്ഫിയർ ആണെങ്കിൽ നമുക്ക് അകത്ത് ഇങ്ങനെ ഒരു പാർട്ട് നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ടർ ഫേസിൽ നിന്നാണ് വേണ്ടതെങ്കിൽ ഇതിൽ സർഫസ് ഫേസ് ഓർ പ്ലെയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. നമുക്ക് പല സ്ഥലങ്ങളിൽ ഇത് ആവശ്യം വരും. അതെടുത്തതിന് ശേഷം അത് അവിടെ ഒരു ബോക്സ് ഹൈലൈറ്റ് ആവും. അതിൽ ഈ സർഫസ് ഫേസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഔട്ടറിൽ നിന്നായിരിക്കും സ്കെച്ച് ഇവിടെ ആണെങ്കിലും ഇവിടെ നിന്നായിരിക്കും സ്കെച്ച് സ്റ്റാർട്ട് ആകുന്നത്. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ നേരത്തെ ചെയ്തപ്പോൾ ഒരു ഫസ്റ്റ് ഒരു എക്സ്ട്രൂഡാണ് നമ്മൾ ചെയ്തത്. ഒരു സിംഗിൾ ബോഡി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ പിന്നീട് ചെയ്യുന്ന ഓരോ ഫീച്ചറും ഒരു സിംഗിൾ ബോഡി ആക്കി ചെയ്യാനായിട്ട് ഇതിൽ മെർജ് റിസൾട്ട് കൊടുക്കുക. സിംഗിൾ ബോഡി ആക്കാൻ നോക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു മോഡൽ ചെയ്യുന്ന സമയത്ത് അതിനൊന്നിൽ കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ടാവും. ഇതെല്ലാം കൂടി ഒരു സിംഗിൾ ബോഡിയുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിനെന്ത് ചെയ്യാം, മെർജ് റിസൾട്ട് കൊടുത്തിട്ട് വേണം എപ്പോഴും ചെയ്യാം. അത് ഓണായിരിക്കും, അഥവാ ഓഫ് ആണെങ്കിൽ അത് ഓണാക്കിയിട്ട് വേണം ചെയ്യാൻ. ഇതിലിപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് എക്സ്ട്രൂഷൻ ഇവിടെ നിന്ന് സ്റ്റാർട്ടായിട്ട് ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ. ഓക്കെ, രണ്ടാമത്തെ വെർട്ടെക്സ് എന്ന് പറയുന്നത്. വെർട്ടെക്സിനെ ഞാനൊരു കോൺ വരയ്ക്കാം. ഇതിൻ്റെ താഴത്ത് അതിൻ്റെ ബേസ് ഇരിക്കുന്ന പ്ലെയിനിൽ ഞാനൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. ഈ റെക്റ്റാങ്കിൾ എനിക്ക് എക്സ്ട്രൂഡ് കൊടുക്കുകയാണ്. അതിൻ്റെ ബേസിൽ നിന്നാണ് ഇപ്പോൾ സ്റ്റാർട്ടായിരിക്കുന്നത്. അപ്പോൾ ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട, നമുക്കത് ഈ കോണിൻ്റെ വെർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെർട്ടെക്സ് കൊടുക്കുക. വെർട്ടെക്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്കെച്ചിരിക്കുന്ന ഇവിടെയാണെങ്കിലും സ്കെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്നാണ്. അവിടെ നിന്നായിരിക്കും എക്സ്ട്രൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ 4 കാര്യങ്ങളും പറഞ്ഞു. അടുത്ത് ഡയറക്ഷൻ ഓണിലും ടൂലൊക്കെ ഉള്ളത് സെയിം തന്നെയാണ്. ഡയറക്ഷൻ ഓണിൽ മാത്രമേ ഞാൻ പറയാം. ഇതിൽ ത്രൂ ഓൾ എന്ന് പറഞ്ഞാൽ ഞാനിതിപ്പോൾ രണ്ടും ചെയ്യണം. 2 പാർട്ട് ഇവിടെ ഇരിക്കട്ടെ. വീണ്ടും ഒരു സ്കെച്ച് എടുത്ത് വീണ്ടും ഒരു എക്സ്ട്രൂഷൻ കൊടുത്തു.
ഇതിലിപ്പോൾ എനിക്ക് ഈ ഇവിടെ രണ്ട് ഫീച്ചറുണ്ട്, ഒരു കോണുണ്ട്, ഒരു ബ്ലോക്ക് ഉണ്ട്, റെക്റ്റാങ്കുലർ ബ്ലോക്കും ഉണ്ട്. ഇത് രണ്ടിലും കവർ ചെയ്ത് ഫുള്ള് ത്രൂ ഔട്ടായിട്ട് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ ത്രൂ ഓൾ കൊടുക്കാം. ഡയറക്ഷൻ മാറിയതുകൊണ്ടാണ്, ഡയറക്ഷൻ മാറ്റി കൊടുക്കുക. ബ്ലൈൻഡ് കൊടുക്കുകയാണെങ്കിൽ ഇത് ഇഷ്ടമുള്ള വാല്യൂ നമുക്കിവിടെ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ അല്ല, ഇതിലുള്ള എത്ര ഒബ്ജക്റ്റ് ഉണ്ടോ അതിൽ ഏറ്റവും അറ്റത്തുള്ള ഒബ്ജക്റ്റ്, ഏറ്റവും എൻഡിലുള്ള ഒബ്ജക്റ്റ് ഏതുവരെയാണോ ഉള്ളത് അതുവരെ നമുക്ക് എക്സ്ട്രൂഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ത്രൂ ഓൾ കൊടുക്കാം. ഇതാണ് ഇതിൽ ഏറ്റവും എൻഡിലെ പോയിന്റ്, അതുവരെ നമുക്ക് എക്സ്ട്രൂഷൻ കിട്ടും. ഓക്കെ, ഇനി അടുത്ത് അപ് ടു നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് എന്തെങ്കിലും ഫേസോ പ്ലെയിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുവരെ എക്സ്ട്രൂഡ് ആവുന്ന ഒരു ഓപ്ഷനാണ് അപ് ടു നെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് വരച്ചത്. ഇവിടെ നിന്ന് അപ് ടു നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇതുവരെയാണ്, ഈ കോണിൻ്റെ ഫേസ് വരെ, അതുവരെ കാണാൻ പറയാൻ പറ്റും. യെല്ലോ കളറിൽ ഹൈലൈറ്റ് ആയി നിൽക്കുന്നുണ്ട്. കോണിൻ്റെ ഫേസാണ് തൊട്ടടുത്തുള്ള ഫേസ് വരെ എക്സ്ട്രൂഡായി നിൽക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്ഫിയറിൽ വരച്ചതുപോലെ നമുക്ക് പുറത്ത് വരച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇത് ഞാൻ വേറൊരു രീതിയിൽ കാണിക്കാം. നമുക്ക് സ്കെച്ച് ഔട്ട് നോട്ടെ. നോർമലായില്ല, കൺട്രോൾ 8 പ്രസ് ചെയ്ത് നോർമലാക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്നൊരു സർക്കിൾ ഇവിടെ വരയ്ക്കുക. സർക്കിൾ ഇവിടെ ഇരിക്കുന്നത് കോണിൽ നിന്ന് ഒരല്പം മാറിയാണ് ഇരിക്കുന്നത്, ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യണം, ഈ ഒരു സർക്കിളിനെ എക്സ്ട്രൂഡ് ചെയ്യണം. എക്സ്ട്രൂഡ് ചെയ്ത് എനിക്ക് ഡയറക്ഷൻ മാറ്റി കൊടുത്തു. ഇപ്പോൾ കോണ് ക്രോസ് ചെയ്ത് പുറത്ത് വന്നിട്ടുണ്ട്. എനിക്ക് കോണ് ക്രോസ് ചെയ്യേണ്ട, ഏതുവരെ മതി, ഇതുവരെ, ഈ ഒരു കോണിൻ്റെ ഈ ഫേസ് വരെ മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അപ് ടു നെക്സ്റ്റ് കൊടുക്കാം. തൊട്ടടുത്തുള്ള ഫേസ് വരെ കിട്ടും, നമുക്ക് കിട്ടും. അതുപോലെ നമുക്കൊരു സർഫസ് സെലക്ട് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ തന്നെ ഈ ഫേസ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നേരത്തെ സെലക്ട് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക് തൊട്ടടുത്തുള്ള ഫേസ് വരെ കിട്ടി. നമുക്ക് ഇനി ഇതിന് പുറകിലുള്ള ഒബ്ജക്റ്റ് ആണെങ്കിലും ശരി, നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫേസ് വരെ എക്സ്ട്രൂഡ് ആവണമെന്നുണ്ടെങ്കിൽ അപ് ടു സർഫസ് കൊടുക്കുക. ഈ സർഫസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ അപ് ടു വെർട്ടെക്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. വെർട്ടെക്സ് ആണെങ്കിൽ ഈ പോയിന്റ് എവിടെയാണ് ഇരിക്കുന്നത് അതുവരെ എക്സ്ട്രൂഡ് ആവും. അപ് ടു വെർട്ടെക്സ്, അപ് ടു നെക്സ്റ്റ് പറഞ്ഞു, അപ് ടു വെർട്ടെക്സ് പറഞ്ഞു, സർഫസ് പറഞ്ഞു. ഓഫ്സെറ്റ് ഫ്രം സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ഫേസിൽ നിന്ന് എത്രയെങ്കിലും മാറി എക്സ്ട്രൂഡ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ്സെറ്റ് ഫ്രം സർഫസ് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഏത് ഫേസിൽ നിന്നാണോ ഓഫ്സെറ്റ് ആവേണ്ടതെന്നുള്ളത് കൊടുക്കുക. അവിടെ നിന്ന് നമുക്ക് വാല്യൂ മാറ്റി ഈ കൊടുത്ത ഫേസിൽ നിന്ന് 70 മാറിയാണ് നിൽക്കുന്നത്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഫേസും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 70 ആണ്. ആണ് 0 ആവുന്നില്ല. അപ്പോൾ ഇത് 10 ആണ്. ഈ ഡിസ്റ്റൻസ് ഇത് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 10. ഓക്കെ, ഓഫ്സെറ്റ് ഫ്രം സർഫസ്. അപ് ടു ബോഡി, നേരത്തെ ഫേസൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കണ്ട, നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ബോഡി വരെ എക്സ്ട്രൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ് ടു ബോഡി കൊടുക്കാം. മിഡ് പ്ലെയിൻ നേരത്തെ ഞാൻ പറഞ്ഞു, ബ്ലൈൻഡ് തന്നെ ആക്കി. ഈ സെയിം ഓപ്ഷൻസ് തന്നെയാണ് ഇതിലുള്ളത്, ഡയറക്ഷൻ 2-ലുള്ളത്. ഡയറക്ഷൻ 2-ലും ഇപ്പോൾ ഓണാക്കിയിട്ടില്ല, ഓണാക്കിയാലും ഈ സെയിം ഓപ്ഷൻസ് തന്നെയാണ് വരുന്നത്. പിന്നെ സെലക്റ്റഡ് കോണ്ടൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്കെച്ചൊക്കെ സെലക്റ്റായി, നേരത്തെ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്കെച്ചൊക്കെ സെലക്റ്റായി. ഇനി ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്കെച്ചസ് നമുക്ക് ഒരുമിച്ച് എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും. അത് അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ എപ്പോഴും ഓരോരോ ഫീച്ചറായിട്ട് ആഡ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. എപ്പോഴും നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്നിൽ കൂടുതൽ സ്കെച്ച് ഉണ്ടെങ്കിൽ, ഇതിലിപ്പോൾ ഞാൻ ഒരു റെക്റ്റാങ്കിൾ വരച്ചു,
ഒരു സർക്കിൾ വരച്ചു. ഒരു സർക്കിൾ ഞാൻ ഇതിനകത്ത് വരച്ചു. ഇതിന് എക്സ്ട്രൂഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് എക്സ്ട്രൂഡ് ആയിട്ടില്ല. സാധാരണ നേരത്തെ ഒരു എക്സ്ട്രൂഡ് അല്ല, ഒരു പ്രിവ്യൂ കാണാൻ പറ്റുമായിരുന്നു എക്സ്ട്രൂഷൻ്റെ. ഇതിപ്പോൾ ആവാത്തത് സോഫ്റ്റ്വെയർ കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ്. ഇതിൽ ഏതാണ് എക്സ്ട്രൂഡ് ചെയ്യാനുള്ളത്, ഒന്നിന് ഓവർലാപ്പ് ചെയ്തൊക്കെ ഇരിക്കും എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂസ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തത് സെലക്റ്റഡ് കോണ്ടൂറിൽ പോയിട്ട് നമുക്ക് എന്തിനൊക്കെയാണോ എക്സ്ട്രൂഡ് ചെയ്യേണ്ടത്, ഇത് മാത്രമാണെങ്കിൽ അങ്ങനെ, ഇതും കൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇതും വേണമെങ്കിൽ അങ്ങനെ, ഇത് വേണമെങ്കിൽ അങ്ങനെ, അങ്ങനെ ഒന്നിൽ കൂടുതൽ ക്ലോസ്ഡ് റീജിയൻസ് നമുക്കിതുപോലെ എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എക്സ്ട്രൂഡ്. ഓക്കെ, അപ്പോൾ എക്സ്ട്രൂഡ് കഴിഞ്ഞു. അടുത്ത് റിവോൾവ് എന്ന് പറഞ്ഞിട്ടുള്ള റിവോൾവ് നമുക്കുള്ളൊരു ആക്സിസിനെ അബോട്ട് ചെയ്ത് നമുക്ക് സ്കെച്ചിനെ റിവോൾവ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്കെച്ച് എടുത്തു. സ്കെച്ചിൽ ഞാൻ ഒരു ആക്സിസ് വരയ്ക്കുകയാണ്. 2 ആക്സിസ് വരയ്ക്കാം നമുക്ക്. ഞാൻ ഒരു സ്കെച്ചിനെ തന്നെ 2 രീതിയിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട സ്കെച്ച്. ഞാനിപ്പോൾ കൺസ്ട്രെയിൻസ് ഒന്നും ഡയമെൻഷൻ ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വരയ്ക്കുന്നേ ഉള്ളൂ. ഇത് 2 ആക്സിസാണ്. ഇത് നമുക്ക് നമുക്ക് റിവോൾവ് ചെയ്യുമ്പോഴോ എക്സ്ട്രൂഡ് ചെയ്യുമ്പോഴോ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ അതിനെന്ത് ചെയ്യണം, ഇതിനെ റെഫറൻസ് ലൈനാക്കി മാറ്റി. ഇത് രണ്ടിനും ജസ്റ്റ് ഒരു ആക്സിസ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അപ്പോൾ റിവോൾവ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഫീച്ചറിൽ പോവാം. റിവോൾവ്ഡ് ബോസ് ഓർ ബേസ് എന്ന് പറഞ്ഞ ടൂൾ കിടപ്പുണ്ട്, അതെടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ആ ക്ലോസ്ഡ് റീജിയൻ സെലക്ട് ആയിട്ടുണ്ട്. ഇനി ചോദിക്കുന്നത് ഏത് ആക്സിസിനെ അബോട്ട് ചെയ്ത് റിവോൾവ് ചെയ്യണം എന്നാണ്. അപ്പോൾ എനിക്കിത് ഇതിനെ അബോട്ട് ചെയ്താണ് ചെയ്യേണ്ടതെങ്കിൽ ഈ ലൈന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആക്സിസ് ഓഫ് റെവല്യൂഷനിൽ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാം. സ്കെച്ചിന് എന്തോ കുഴപ്പമുണ്ട്, അതാണ് ഈ ഒറിജിനൽ ഇവിടുത്തെ പ്രശ്നമായിരിക്കും. അത് നമുക്കൊന്ന് മാറ്റാം. റിവോൾവ്, അതിൽ ആക്സിസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. റിവ്യൂ കാണാൻ പോകുന്നു. ഇതുപോലെ നമുക്ക് ഈ ആക്സിസിനെ അബോട്ട് ചെയ്ത് ഇങ്ങനെ റിവോൾവ് ആയിട്ട്. ഓക്കെ, നമുക്കിനി ഈ ആക്സിസ് അല്ല, ഈ ആക്സിസ് ആണ് വേണ്ടതെങ്കിൽ ഈ ആക്സിസ് സെലക്ട് ചെയ്തു നമ്മൾ വരച്ച റീജിയൻ ഇങ്ങനെ റിവോൾവ് ആയിട്ട്. ഓക്കെ, ആക്സിസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാം. ഇനി ആക്സിസ് തന്നെ വേണമെന്നില്ല, നമ്മുടെ ഒബ്ജക്റ്റ് നമ്മൾ വരയ്ക്കുന്ന ആ സ്കെച്ചിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു ലൈൻ വേണമെങ്കിൽ നമുക്ക് എന്താക്കി കൊടുക്കാം, ആക്സിസ് ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് റിവോൾവിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. റിവോൾവിൽ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലൈൻഡ്, അപ് ടു വെർട്ടെക്സ്, അപ് ടു സർഫസ്, ഓഫ്സെറ്റ് ഫ്രം സർഫസ്, മിഡ് പ്ലെയിൻ, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിലിപ്പോൾ ബ്ലൈൻഡ് 360 ആണ്. ഫുള്ള് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെയാണ് വന്ന് എൻഡ് ചെയ്യുന്നത്. റിവോൾവ് എൻഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. നമുക്ക് 360 വേണ്ട, നമുക്കൊരു പകുതി മതി. ഫുള്ള് റിവോൾവ് ചെയ്യേണ്ട, പകുതി മതി എന്നുണ്ടെങ്കിൽ 180 ആക്കാം. ഇഷ്ടമുള്ള വാല്യൂ നമുക്ക് കൊടുക്കാം. പകുതി മാത്രം വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇനി ബാക്കി അപ് ടു വെർട്ടെക്സ്, സർഫസ് നമുക്കറിയാം. മറ്റേതിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു വെർട്ടെക്സ് വരെ ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റ്, വെർട്ടെക്സ് പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്കത് അതുവരെ മാത്രം മതി എന്നുണ്ടെങ്കിൽ അപ് ടു വെർട്ടെക്സ് കൊടുക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർഫസ് വരെ മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ ഓഫ്സെറ്റ് ഫ്രം സർഫസ്, നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഏതെങ്കിലും സർഫസിൽ നിന്ന് ഓഫ്സെറ്റായി നിർത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. മിഡ് പ്ലെയിൻ ആണെങ്കിൽ 2 സൈഡിലോട്ടും ഇക്വലായിട്ട്
നമ്മൾ വരച്ച സ്കെച്ചിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലായിട്ട് കിട്ടും പ്ലെയിൻ ആണെങ്കിൽ. ഓക്കെ, തിൻ ഫീച്ചർ ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കൊരു തിക്നെസ് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ തിക്നെസ് വളരെ കൂടുതലാണ്, ഞാൻ ഒന്നാക്കിയതാണ്. ഒന്നാക്കുമ്പോൾ ഇതുപോലെ അകത്ത് ഹോളോ ആയിട്ട് 1 mm തിക്നെസ്സിൽ അകത്ത് ഹോളോ ആയിട്ട് ഇതുപോലെ കിട്ടും. ഓക്കെ, ഇതിലും സെലക്റ്റഡ് കോണ്ടൂറിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ക്ലോസ്ഡ് സ്കെച്ച് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു കാര്യം കൂടി ഇതിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. മിഡ് പ്ലെയിൻ കൊടുത്തിട്ട് ഞാനൊന്ന് എക്സ്ട്രൂഡ് ചെയ്യണം. ഒരു ഇനി പിന്നെ ഈ ഒരു പ്ലെയിൻ ഇതല്ല, സോറി, ഈ പ്ലെയിനിൽ സ്കെച്ച് എടുത്തിട്ട് ഒരു സർക്കിൾ ഞാൻ വരച്ചു. ഇതിനെ റിവോൾവ് ചെയ്യാനാണ്, അപ്പോൾ അതിനൊരു ആക്സിസ് വേണം. ജസ്റ്റ് ഒരു ലൈൻ ഇവിടെ വരച്ചു, അതിനെ കൺസ്ട്രക്ഷൻ ലൈനാക്കി ഇങ്ങനെ. ഇനി ഞാൻ റിവോൾവ് ചെയ്യാണ്, നോക്കാം. സ്കെച്ച് സെലക്ട് ചെയ്തു, ഇപ്പോൾ ഫുള്ള് ത്രൂ ഔട്ടായിട്ട് റിവോൾവ് ആയിട്ടുണ്ട്. ഒരല്പം കൂടി താഴ്ത്താം. റിവോൾവ് ഇങ്ങനെ റിവോൾവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 360 ആണ് കിടക്കുന്നത്. ഇനി ഞാൻ ഡയറക്ഷൻ 2 കൊടുത്തു. ഇതിൽ 360 മാറ്റിയിട്ട് ബ്ലൈൻഡ് മാറ്റി അപ് ടു സർഫസ് കൊടുക്കണം. അപ് ടു സർഫസ് ഒന്നാമത്തെ ഡയറക്ഷൻ എനിക്ക് ഈ ഫേസ് വരെ മാത്രം മതി, താഴോട്ട് പോയിട്ടില്ല. ഈ ഒരു ഫേസ് വരെ മാത്രം മതി എന്നുണ്ടെങ്കിൽ അപ് ടു സർഫസ് കൊടുത്തിട്ട് നമുക്ക് ഏത് ഫേസിൽ വരെയാണോ വേണ്ടത് ആ ഫേസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി മറ്റേ സൈഡിലോട്ടും വേണം, അതിനാണ് നമ്മൾ ഡയറക്ഷൻ 2 കൊടുത്തത്. അത് എന്ത് ചെയ്യാം, അപ് ടു സർഫസ് ആക്കാം. ഈ ഫേസ് സെലക്ട് ചെയ്യാം. ഇങ്ങനെ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഞാൻ നേരത്തെ ചെയ്ത ആ സ്ഫിയർ, ഇത് ഒരു സ്ഫിയറൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ റിവോൾവ് വെച്ചിട്ട് വേണം ചെയ്യാൻ. റിവോൾവിൽ നമുക്ക് ഫുള്ള് വേണ്ട, നമുക്ക് പകുതിയാണ്. എപ്പോഴും റിവോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ പകുതി വരച്ചിട്ട് വേണം നമുക്ക് റിവോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു സെമി സർക്കിൾ ഇതുപോലെ വരച്ച് ക്ലോസ് ചെയ്തതിന് ശേഷം റിവോൾവ് എടുത്ത് അതിൻ്റെ ആക്സിസായിട്ട് ഈ ലൈനെ സെലക്ട് ചെയ്ത് പറ്റും. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് റിവോൾവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇതിലെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് വെച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ വരുന്ന ക്ലാസ്സുകളിൽ അത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അന്നത്തേക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.